മീനിങ്? ഈറ്റ് വെൽ, സ്റ്റേ ഹെൽത്തി, നല്ല നന്നായിട്ട് കഴിക്കണം, നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കണം. എങ്ങനെ നന്നായിട്ട് കഴിക്കാം? ഈറ്റ് വെൽ, നല്ല ഡ്രസ്സൊക്കെ ഇട്ട്, നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട്, പൊട്ടൊക്കെ തൊട്ട്, ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് അങ്ങനെ ഇരിക്കുന്നതാണോ ഈറ്റ്? നന്നായിട്ട് ഇരുന്ന് കഴിക്കാൻ പറയുന്നത് അതാണോ? നല്ല ഭംഗിയിൽ ഒരു ആൻസർ വന്നു. നല്ല ഭക്ഷണം കഴിക്കാം, ഈറ്റ് വെൽ, നന്നായിട്ട് കഴിക്കാനാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. എന്താ പറഞ്ഞ? ഈറ്റ് വെൽ, അങ്ങനെയല്ലേ പറഞ്ഞത്? അപ്പൊ നന്നായിട്ട് കഴിക്കാൻ പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു പറയുന്നത് അത് വേറെ വല്ല അർത്ഥമല്ല. ഹെൽത്തി ഫുഡ്, നന്നായിട്ട് കഴിച്ചാ പോരാ, ഹെൽത്തി ഫുഡ്സ് കഴിക്കണം എന്നാണ് പറയണത്. അതിനോട് നിങ്ങൾ അംഗീകരിക്കണ്ടോ? ഹെൽത്തി ഫുഡ്, ആരോഗ്യമുള്ള ഭക്ഷണം കഴിക്കണം. ഭക്ഷണം പല വിധത്തിൽ നമുക്ക് കിട്ടും അല്ലേ? ഇല്ലേ? ഫുഡ് ഐറ്റംസ് ആണ്. അപ്പൊ റാഗി, മുട്ടയും വന്നു, ചോറ് വന്നു, ഉപ്പുമാവിന് എന്തായിരുന്നു കറി വന്നേ? പഴം കൂട്ടി കഴിച്ചു അല്ലെ? ഇതിനപ്പുറം വല്ല കോമ്പിനേഷൻ ഉണ്ടാവും? ഉപ്പുമാവും പഴവും. പിന്നെ എന്താ കഴിച്ചേ? കഞ്ഞി അച്ചാറും കഴിച്ചു. പിന്നെ പുട്ടും കടലയും കഴിച്ചു. ഇതൊക്കെ തന്നെയാണോ? ഈ പുട്ടും ഗ്രീൻ പീസ് കറി. പിന്നെ രാവിലെ കഴിച്ചത്, രാവിലെ ഇഡ്ലി സാമ്പാർ കഴിച്ചിട്ടുണ്ട്. സ്ലോ ആണ്, കുഴപ്പമില്ല. അങ്ങനെ ഉണ്ടോ? എല്ലാവർക്കും ഫീൽ ചെയ്യാൻ പറ്റിയോ? ഞാൻ പറയുന്ന കാര്യം കൃത്യമായിട്ട് കേട്ടോ. ഈ ഹാർട്ടിനെ എന്നും ഇങ്ങനെ ഒന്ന് അനക്കിക്കൊണ്ടു. ഇതേപോലെ തന്നെ വേണമെന്നില്ല കേട്ടോ. യു ക്യാൻ ഗോ ഫോർ എ വാക്ക്, യു ക്യാൻ ഗോ ഫോർ എ ജോഗിങ്. ഏതായാലും കുഴപ്പമില്ല. ചിലർക്ക് സൈക്ലിംഗ് ആയിരിക്കും എഫക്റ്റീവ് ആവാം. അപ്പൊ ചിലർക്ക് 5 മിനിറ്റോ ഇപ്പൊ ഈ ചെയ്ത നേരം കൊണ്ടൊന്നും ഹാർട്ട് അനങ്ങില്ല. നിങ്ങൾ ചെയ്തോ? ഞാൻ ഇവിടെ എത്തിയിട്ടിരിക്കണേ. ചിലർക്ക് കുറച്ചേ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ഇന്നും നമ്മുടെ ഹാർട്ട് ബീറ്റിനെ നമ്മൾ ആക്റ്റീവ് ആക്കി നിർത്തിയാലാണ് നമ്മൾ കഴിക്കുന്ന ഫുഡ് ഉണ്ടല്ലോ അത് പ്രോപ്പർ ആയിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമേ ഇവരൊക്കെ നന്നായിട്ട് അവിടെ വർക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഇത്രയും പ്രാവശ്യം നിങ്ങൾ ചാടി കഴിയുമെങ്കിൽ നിങ്ങൾ എല്ലാവരും ക്ഷീണിതരായിട്ടുണ്ടാവും. അപ്പൊ പ്രോപ്പർ ഫ്യൂറിംഗ്. അപ്പൊ ഫാറ്റ് പറഞ്ഞു, സോൾട്ട് പറഞ്ഞു, ഒരു വില്ലനും കൂടി ഇല്ല. ആരാന്ന് പറഞ്ഞുതരോ? പഞ്ചസാര. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കളറല്ലേ? ശരിക്കും പഞ്ചസാരയുടെ കളർ എന്താണെന്നറിയോ നിങ്ങൾക്ക്? ചിലര് പറഞ്ഞു ബ്രൗൺ, ചിലര് പറഞ്ഞു, ഞാൻ പറയാം, ചിലര് പറഞ്ഞു ബ്രൗൺ, ചിലര് പറഞ്ഞു യെല്ലോ, ചിലര് പറഞ്ഞു വെള്ള, ചിലര് പറഞ്ഞു പ്യുവർ വൈറ്റ്. പറഞ്ഞോ? നിങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞത്? അതന്നെയാണ് അതിന്റെ ട്രൂത്ത്. അതില് കെമിക്കൽസ് ആഡ് ചെയ്ത് ബ്രൗണിനെ യെല്ലോ ആക്കും, യെല്ലോനെ വൈറ്റ് ആക്കും. അപ്പൊ ഒരു സൾഫർ ഡയോക്സൈഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കെമിക്കൽ ഉണ്ട്. അതായത് വരുമോ അപ്പൊ അത് എന്തുണ്ടാവുന്ന വെച്ചാല് ആ വെള്ള കളർ കൂടുന്നതോട് കൂടിയിട്ട് സൾഫർ അങ്ങോട്ട് കൂടുകയില്ല. ആ സൾഫറിന്റെ അളവ് കൂടുമ്പോ നമ്മുടെ ഉള്ളില് ആരാ പണി കൊടുക്കാം? ആരാ പണി കൊടുക്കാം? മധുരത്തിന്റെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ ആരാ പണി കൊടുക്കാം? ഇതില് നിങ്ങൾ തോറ്റോരുണ്ടെങ്കിലും ഞാൻ ജയിച്ചു. ഏറ്റവും ആദ്യമായിട്ട് ലങ്സ്, നമ്മുടെ ശ്വാസകോശല്ലേ, അവരൊട്ടും പറ്റാത്ത സാധനമാണ് ഈ സൾഫർ. നിങ്ങളോട് ഓൾറെഡി ചോദിച്ചു ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു. ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിച്ച അത് പുറകിൽ ഞങ്ങൾക്ക് എന്തോ പറഞ്ഞോ? വലുത് പറഞ്ഞോ? അതേ പറഞ്ഞോ? ഓക്കെ. പുറകിലിരുന്ന ഞങ്ങളും ഇങ്ങനെ മുതൽ തന്നെ കുട്ടികളുടെ ലെവലിലേക്ക് ഇറങ്ങി ചെന്ന് കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി കുട്ടികൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വളരെ ലളിതമായ ഭാഷയിലാണ് മാം പറഞ്ഞു കൊടുത്തത്. ഒരു പോയിന്റ് പോലും മിസ് ഔട്ട് ആയില്ല. അവർക്ക് ഒരിക്കലും മറക്കില്ല എന്നുള്ള ഒരു മെസ്സേജ് കൂടിയാണ് ഞങ്ങൾക്ക് ഈ ക്ലാസ്സിൽ നിന്ന് കിട്ടിയത്. അവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് നല്ലൊരു ഹെൽത്തി
ലൈഫ് ഉണ്ടാകാൻ വേണ്ടി നല്ല നല്ല ടിപ്സ് പറഞ്ഞുകൊടുത്ത മാമിന് HMന്റെ പേരിലും ഇവിടെയുള്ള ടീച്ചേഴ്സിന്റെ പേരിലും ഇവിടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേരിലും ഒരുപാട് നന്ദി പറഞ്ഞോളുന്നു. അപ്പൊ ഇനിയും മാമിന് തമ്പുരാൻ തന്നിരിക്കുന്ന ഈ കഴിവ് ഇനിയും മറ്റുള്ള ഹൃദയങ്ങളിലേക്ക് പകർന്നു കൊടുക്കുവാൻ ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു.